ആദാമിൻ്റെ ഹവ്വയുടെ മക്കളാണ് ഈ ഭൂമിയിൽ ജനിച്ച മനുഷ്യരും ജനിച്ചു മരിച്ചു പോയവരും ഇപ്പോൾ ജനിച്ചുകൊണ്ടിരിക്കുന്നവരും ഇനി ജനിക്കാനിരിക്കുന്നവരും. ദൈവം ആദാമിനെ സൃഷ്ടിച്ചു. ആദാമിൻ്റെ ഭാര്യയിൽ നിന്ന് സ്ത്രീയെ ഉണ്ടാക്കി. ആദാമിനെ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയിട്ട് ദൈവത്തിൻ്റെ ശ്വാസം അവൻ്റെ മേൽ ഊതിയപ്പോൾ, മൂക്കിൽ ഊതിയപ്പോൾ ജീവനുള്ള ദേഹിയായി മാറി. അങ്ങനെ ആത്മാവും ആ ശരീരത്തിനുള്ളിൽ പ്രവേശിച്ചു. ദൈവ സാന്നിധ്യത്തിൻ്റെ കീഴിൽ അവർ ജീവിച്ചിരുന്നു. കൽപ്പന ലംഘിച്ചപ്പോൾ അവർ ശേഷം ലോകമനുഷ്യരെ പോലെ ആയി മാറി. അവരുടെ മക്കളാണ്. അപ്പോൾ ഇവിടെ കർത്താവ് യേശു പറയുകയാണ്, ഈ ധനവാൻ, ഇവിടെ പറഞ്ഞ ഉപമയിലെ ധനവാൻ, അദ്ദേഹം ഭയങ്കര ധനവാനായിരുന്നു. ആ ധനവാൻ സ്വർഗത്തിൽ പോകത്തില്ലെന്നൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ ധനവാന്റെ കാര്യം, അദ്ദേഹം ആഡംബരമായി സൂഹിച്ചു ജീവിച്ചു. പക്ഷേ തൻ്റെ വാതിൽക്കൽ കിടക്കുന്ന വ്രണം നിറഞ്ഞു കിടക്കുന്ന മനുഷ്യൻ നായ്ക്കൾ വന്ന് നക്കിയപ്പോഴും അദ്ദേഹം തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളൊരു കുറ്റമാണുള്ളത്. അദ്ദേഹം എന്തായാലും ഓട്ടിച്ചൊന്നും വിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ മേശയിൽ നിന്ന് വീണ അപ്പം നുറുക്കുകൾ തിന്നാണ് ആ മനുഷ്യൻ ജീവിച്ചിരുന്നത്. നായ്ക്കളും വന്ന് തിന്നു, നായ്ക്കളും ആ വ്രണത്തെ നക്കും. ഇങ്ങനെ നോക്കുമ്പോൾ ആ ധനവാന്റെ കാര്യത്തിൽ വരുമ്പോൾ അദ്ദേഹം ചെയ്യേണ്ട കാര്യം ചെയ്തില്ല എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹം മരിച്ചു. അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹം ചെന്ന സ്ഥലമാണ് പാതാളം എന്ന് പറയുന്നത്. ഭൂമിയെപ്പോലെ ഒരു ലോകം തന്നെയാണ്. ആ ലോകവും ഭൂമിക്കടിയിലാണ്. പാതാളം ഉണ്ട് നിശ്ചയം. ഭൂമി ഉണ്ടെങ്കിൽ, ഈ ഭൂമിയിൽ നാം ജീവിക്കുന്നുവെങ്കിൽ പാതാളം എന്ന് പറഞ്ഞ ഒരു ലോകമുണ്ട്. അവിടെ തീ കൊണ്ടുണ്ടാക്കിയ ഒരു ലോകം. അങ്ങനെ അദ്ദേഹം അവിടെ കിടക്കുമ്പോൾ അദ്ദേഹം മുകളിലോട്ട് നോക്കിയെന്ന് വെച്ചാൽ ആ പാതാളത്തിൻ്റെ മുകളിലോട്ട് നോക്കിയപ്പോൾ അബ്രഹാമിൻ്റെ, വിശ്വാസികളുടെ പിതാവായ അബ്രഹാം ഇരിക്കുന്ന സ്ഥലത്ത് പാതാളത്തിൽ പർദീസ് എന്ന സ്ഥലമുണ്ട്. അവിടെ തീയൊന്നുമില്ല. അവിടെ വിശുദ്ധന്മാർ ഇരിക്കുന്ന സ്ഥലമാണ്. ഇന്നെന്നാൽ സ്വർഗീയ പർദീസ് എന്ന് പറയുന്നത് സ്വർഗത്തിൽ തന്നെയാണ്. ഇന്ന് ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം മരിക്കുന്ന വിശുദ്ധന്മാരെല്ലാം സ്വർഗീയ പർദീസിൽ ഇരിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ മരണത്തിന് മുമ്പുള്ള കാലഘട്ടത്തിന് ഈ പാതാള പർദീസിലാണ് വിശുദ്ധന്മാർ ഇരുന്നിരുന്നത്. അപ്പോൾ അബ്രഹാം ഇരിക്കുന്ന അതേ സ്ഥലത്ത്, അബ്രഹാമിൻ്റെ മടി എന്ന് പറയുന്ന അബ്രഹാം ഇരിക്കുന്ന ആ സ്ഥലം, ഇരുന്ന പാതാള പർദീസയിൽ ഈ ധനവാൻ മുകളിലോട്ട് നോക്കിയപ്പോൾ അബ്രഹാമിൻ്റെ മടിയിൽ നമ്മുടെ ലാസർ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് തോന്നി, അയ്യോ, ഞാനിവിടെ തീയിൽ കിടന്ന് ഇങ്ങനെ വെന്ത് കിടക്കുമ്പോൾ ലാസർ അവിടെ സന്തോഷം പ്രാപിച്ച്, അവിടെ നന്മ പ്രാപിച്ച് അവിടെ ഇരിക്കുകയാണ്. അപ്പോഴും മരിച്ചു കഴിഞ്ഞിട്ടും അസൂയക്കൊരു വ്യത്യാസമില്ല. അപ്പോൾ ഇദ്ദേഹം ഇവിടെ എന്താ പറയുന്നത്, ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. എങ്ങോട്ട് അയക്കണമെന്നാ? ഈ പാതാളത്തിൽ, ഈ തീ ജോലിയിൽ കിടക്കുന്ന ഇടത്തേക്ക് എന്നെ അയക്കണം. എന്തിനാ? ഇദ്ദേഹത്തിൻ്റെ നാവിനെ തണുപ്പിക്കാൻ പാതാളത്തിലേക്ക് അയക്കണമെന്നാ. ഈ ഇദ്ദേഹം കിടക്കുന്ന തീ ജോലിയിൽ മരിച്ചു കഴിഞ്ഞിട്ട് പോലും ആ സ്വഭാവങ്ങൾക്ക് വ്യത്യാസം വരുന്നില്ല. അതുകൊണ്ട് ദൈവത്തിന് അറിയാം. ദൈവം കണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ മാത്രമേ എപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കത്തുള്ളൂ. എത്ര